അവതരിപ്പിച്ച് അംഗീകരിക്കാനെന്നതിന് സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുള്ളതാണ്. 14 പഞ്ചവത്സര പദ്ധതിയുടെ അവസാന വർഷമായിട്ടുള്ള 2026-27 ഈ ഭരണസമിതി സംബന്ധിച്ച് നമ്മുടെ ആദ്യത്തെ ഒരു വർഷം കൂടിയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ ഈ തദ്ദേശ സ്ഥാപനങ്ങളെ മുന്നോട്ട് നയിച്ച അവർ ഏറ്റെടുത്തതും നടന്നതുമായിട്ടുള്ള വഴികളിലൂടെ ആധുനിക സമൂഹത്തിന് ഉതകും വിധം പ്രൊജക്റ്റുകൾ നമുക്ക് വാർഷിക പദ്ധതിയുടെ ഭാഗമായി തയ്യാറാക്കി സമർപ്പിച്ചിട്ടുണ്ട്. ബഡ്ജറ്റുമായി വാർഷിക പദ്ധതിയെ ഉൾച്ചേർത്തുകൊണ്ടാണ് മാർച്ച് മാസത്തിനുള്ളിൽ ബഡ്ജറ്റ് നമുക്ക് അവതരിപ്പിക്കേണ്ടത്. അതാണ് നമ്മുടെ പതിവ്. എന്നാൽ ജനുവരി 29 സംസ്ഥാന സർക്കാർ അവതരിപ്പിച്ചിട്ടുള്ള ബഡ്ജറ്റിന്റെ അനുബന്ധം 4 സർക്കാർ കാലിത്തീറ്റ സബ്സിഡി നൽകുന്നതിന് 1 കോടി രൂപ വിലയിരുത്തുന്നു. സ്കൂൾ പൗൾട്രി ക്ലബ്ബ് ഗ്രാമപഞ്ചായത്തുകൾക്ക് സംയുക്ത പ്രൊജക്ട് നടപ്പിലാക്കുന്നതിന് ജില്ലാ പഞ്ചായത്ത് വിഹിതമായി 13 ലക്ഷം രൂപ വകയിരുത്തുന്നു. JLG, SHG ഗ്രൂപ്പുകൾക്ക് ഡയറി ഫാം യൂണിറ്റ് അനുവദിക്കുന്നതിന് 20 ലക്ഷം രൂപയും ക്ഷീര സംഘങ്ങൾക്ക് റിവോൾവിംഗ് ഫണ്ട് അനുവദിക്കുന്നതിന് 20 ലക്ഷം രൂപയും വകയിരുത്തുന്നു. ഇങ്ങനെ ക്ഷീരോത്പാദന മേഖലയിൽ 2.53 കോടി രൂപ വകയിരുത്തുന്നു. മത്സ്യബന്ധന മേഖലയിൽ വിവിധ പദ്ധതികളിലായിട്ട് 30 ലക്ഷം രൂപയും പാലക്കോട് ഫിഷിംഗ് ഹാർബറിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും ഡ്രഡ്ജിങ്ങിനുമായിട്ട് 30 ലക്ഷം രൂപയും വകയിരുത്തുന്നു. ഇങ്ങനെ മത്സ്യബന്ധന മേഖലയിൽ ആകെ 60 ലക്ഷം രൂപ വകയിരുത്തുന്നു. ABC കേന്ദ്രത്തിന്റെയും സർജറി യൂണിറ്റിന്റെയും പ്രവർത്തനങ്ങൾക്കായി 1.18 കോടി രൂപയും വകയിരുത്തുന്നു. ABC ഷെൽട്ടർ നിർമ്മാണത്തിന് ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്തുകൾക്ക് ധനസഹായം നൽകുന്നതിന് 20 ലക്ഷം രൂപ വകയിരുത്തുന്നു. ജില്ലാ വെറ്റിനറി കേന്ദ്രത്തിന് 40 ലക്ഷം രൂപ വകയിരുത്തുന്നു. RAHCകളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും ദൈനംദിന പ്രവർത്തനങ്ങൾക്കും വാങ്ങലുകൾക്കുമായിട്ട് 15 ലക്ഷം രൂപ വകയിരുത്തുന്നു. മൃഗസംരക്ഷണ മേഖലയിൽ ആകെ 2 കോടി രൂപ വകയിരുത്തുന്നു. ആധുനിക അറവുശാല നിർമ്മാണത്തിനായി 55 ലക്ഷം രൂപ വകയിരുത്തുന്നു. മൊബൈൽ സോയിൽ ടെസ്റ്റിംഗ് ലബോറട്ടറിയുടെ പ്രവർത്തനങ്ങൾക്കായി 9.75 ലക്ഷം രൂപ വകയിരുത്തുന്നു. ജില്ലാ മണ്ണ് പരിശോധന ലബോറട്ടറിയുടെ പ്രവർത്തനങ്ങൾക്കായി 8.5 ലക്ഷം രൂപ വകയിരുത്തുന്നു. കാർഷിക പരമ്പരാഗത വ്യവസായ ഉൽപ്പന്ന പ്രദർശന വിപണന മേള എല്ലാ വർഷവും നടത്തിവരാറുള്ളതാണ്. 2026-27 വർഷത്തെ മേള നടത്തിപ്പിന് 40 ലക്ഷം രൂപയാണ് വകയിരുത്തുന്നത്. കേരള സംസ്ഥാനം ലോക ഭൂപടത്തിൽ തന്നെ വ്യാവസായിക മേഖലയിൽ വിപ്ലവം സൃഷ്ടിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് കണ്ണൂർ ജില്ലയെ വ്യാവസായിക സൗഹൃദ ജില്ലയാക്കി മാറ്റുന്നതിലേക്കുള്ള ചുവടുവെപ്പിനായി വ്യവസായ പാർക്കിന് ഭൂമി കണ്ടെത്തുന്നതിന് 1 കോടി രൂപ വകയിരുത്തുന്നു. കൂടാതെ സംരംഭകത്വ വികസനം എന്ന ഉദ്ദേശം മുൻനിർത്തി നിക്ഷേപ സംഗമം ഇൻവെസ്റ്റ് ഇൻ കണ്ണൂർ സംഘടിപ്പിക്കുന്നതിന് 5 ലക്ഷം രൂപ വകയിരുത്തുന്നു. കണ്ണൂരിന്റെ ചരിത്രവും പൈതൃകവും ലോകത്തിന് മുന്നിൽ എത്തിക്കാൻ കണ്ണൂർ ഹെറിറ്റേജ് ബിനാലെ സംഘടിപ്പിക്കുന്നതിന് 50 ലക്ഷം രൂപ വകയിരുത്തുന്നു. തൊഴിൽ അന്വേഷകർക്ക് താങ്ങായിട്ട് ജോബ് ഫെയർ 2K26 നടത്തുന്നതിന് 3 ലക്ഷം രൂപയും നിലവിലുള്ള ലേബർ ബാങ്ക് ആപ്ലിക്കേഷൻ സംരംഭകർക്കും തൊഴിൽ ദാതാക്കൾക്കും തൊഴിൽ അന്വേഷകർക്കും ഉപയോഗിക്കാവുന്ന രീതിയിൽ വിപുലീകരിക്കുന്നതിന് വേണ്ടി 10 ലക്ഷം രൂപയും വകയിരുത്തുന്നു. ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങളെ ഉപയോഗപ്പെടുത്തി നൈപുണ്യ പരിശീലന പദ്ധതിക്കായിട്ട് 10 ലക്ഷം രൂപ വകയിരുത്തുന്നു. ഗ്രൂപ്പ് സ്വയം തൊഴിൽ സംരംഭകർക്ക് സബ്സിഡി അനുവദിക്കുന്നതിന് 25 ലക്ഷം രൂപയും വനിതാ ഗ്രൂപ്പ് സ്വയം തൊഴിൽ സംരംഭകർക്ക് സബ്സിഡി അനുവദിക്കുന്നതിന് 37.5 ലക്ഷം രൂപയും വകയിരുത്തുന്നു. സ്ത്രീയുടെ കരുത്ത് സമൂഹത്തിന്റെ ശക്തിയാണ്. ഒരു CDSൽ ഒരു സംരംഭം പദ്ധതിക്ക് 1 കോടി രൂപ വകയിരുത്തുന്നു. വിവിധ വനിതാ സംരംഭങ്ങളിലൂടെ ഉൽപ്പാദിപ്പിച്ചതും നിർമ്മിച്ചതുമായ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ എത്തിക്കുന്നതിന് ഷീകാർട്ട് ഒരുക്കുന്നതിന് 20 ലക്ഷം രൂപ വകയിരുത്തുന്നു. ആർളം ഫാമിലെ ആദിവാസി സ്ത്രീകളുടെ ചെറുകിട വ്യവസായമായ സംരംഭമായി നിർമ്മിക്കുന്ന ആദി കുട അതിന്റെ വിപണനത്തിന് അടിസ്ഥാന സൗകര്യം ഒരുക്കുന്നതിന് 5 ലക്ഷം രൂപ വകയിരുത്തുന്നു. കശുവണ്ടി സംഭരണ സംസ്കരണ കേന്ദ്രം ആരംഭിക്കുന്നതിനുള്ള DPR തയ്യാറാക്കുന്നതിന് 5 ലക്ഷം രൂപ വകയിരുത്തുന്നു. കയർ സഹകരണ സംഘങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനവും തൊഴിലാളികൾക്ക് യൂണിഫോം നൽകലും പദ്ധതിക്കായി 6 ലക്ഷം രൂപ വകയിരുത്തുന്നു. പരമ്പരാഗത തൊഴിൽ മേഖലയാണ് ഖാദി.
നിരവധി തൊഴിലാളികൾക്ക് തൊഴിൽ നൽകുന്ന ഈ മേഖല ഇന്ന് വലിയ പ്രതിസന്ധിയിലാണ്. ഖാദി കേന്ദ്രങ്ങൾ പലതും അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത മൂലം ദുരിതം അനുഭവിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ പയ്യന്നൂർ ഖാദി കേന്ദ്രത്തിന്റെ കീഴിൽ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ വരുന്ന ഖാദി കേന്ദ്രങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി 50 ലക്ഷം രൂപ വകയിരുത്തുന്നു. ചട്ടുകപ്പാറ വനിതാ വ്യവസായ എസ്റ്റേറ്റ് വികസനത്തിനായി 20 ലക്ഷം രൂപ വകയിരുത്തുന്നു. കയറിക്കിടക്കാൻ സ്വന്തമായൊരു വീട് എന്നത് എല്ലാ മനുഷ്യരുടെയും വലിയ സ്വപ്നമാണ്. കേരളത്തിലെ ഭവനരഹിതർക്ക് പ്രതീക്ഷ നൽകി പിണറായി സർക്കാർ ആരംഭിച്ച ലൈഫ് ഭവന പദ്ധതി ഇതിനകം 5.5 ലക്ഷം കുടുംബങ്ങളുടെ സ്വപ്നങ്ങൾ സഫലമാക്കിയിരിക്കുന്നു. കൂടുതൽ സ്വപ്നങ്ങൾക്ക് നിറം പകരാൻ ജില്ലാ പഞ്ചായത്ത് ലൈഫ് ഭവന പദ്ധതി വിഹിതമായി 12 കോടി രൂപ വകയിരുത്തുന്നു. ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്നവർക്ക് മതിയായ സംരക്ഷണം നൽകൽ സമൂഹത്തിന്റെ ഉത്തരവാദിത്വമാണ്. മതിയായ ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കി അവർക്കും കുടുംബത്തിനും ആത്മവിശ്വാസം നൽകേണ്ടതുണ്ട്. ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്ന വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് നൽകുന്നതിന് 1.5 കോടി രൂപ വകയിരുത്തുന്നു. ബഡ്സ് സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഗ്രാമപഞ്ചായത്തുകൾക്ക് വിഹിതം നൽകുന്നതിന് 50 ലക്ഷം രൂപ വകയിരുത്തുന്നു. തങ്ങളുടെ ജീവശാസ്ത്രപരമായ ലിംഗത്തിന് വിരുദ്ധമായ ലിംഗ പദവി ഉൾക്കൊള്ളുന്നവരാണ് ട്രാൻസ്ജെൻഡർ വ്യക്തികൾ. അവരുടെ ലിംഗ പദവി അവരുടെ ശാരീരിക അവസ്ഥയോട് പൊരുത്തപ്പെടാത്തതാണ്. ട്രാൻസ്ജെൻഡറായ ഒരു വ്യക്തി കടുത്ത മാനസികവും ശാരീരികവും വൈകാരികവുമായ അവസ്ഥകളിലൂടെയാണ് കടന്നു പോകുന്നത്. ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ അവസ്ഥയെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനങ്ങൾ ഇപ്പോഴും വേണ്ടത്ര ഉണ്ടായിട്ടില്ല. കുടുംബത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും വലിയ രീതിയിലുള്ള ഒറ്റപ്പെടുത്തലുകളും അവഗണനകളും അവഹേളനങ്ങളും അനുഭവിക്കുന്നവരാണിവർ. ഈ സാഹചര്യത്തില് ട്രാൻസ്ജെൻഡർ പദവി പഠനം നടത്താൻ 4 ലക്ഷം രൂപ വകയിരുത്തുന്നു. ട്രാൻസ്ജെൻഡർ ഭവന നിർമ്മാണത്തിന് 5 ലക്ഷം രൂപ വകയിരുത്തുന്നു. കേൾവി പരിമിതി ഉള്ളവർക്ക് ഹിയറിംഗ് എയ്ഡ് വിതരണം ചെയ്യൽ കാതോരം പദ്ധതിക്ക് 25 ലക്ഷം രൂപ വകയിരുത്തുന്നു. കാഴ്ചയില്ലാത്തവർക്ക് ഹിയറിംഗ് സോഫ്റ്റ്വെയറോടുകൂടിയ സ്മാർട്ട് ഫോൺ വിതരണം ചെയ്യുന്നതിന് 13 ലക്ഷം രൂപ വകയിരുത്തുന്നു. ഭിന്നശേഷിക്കാർക്ക് സൈഡ് വീലോടുകൂടിയ സ്കൂട്ടർ വിതരണം ചെയ്യുന്നതിന് 50 ലക്ഷം രൂപ വകയിരുത്തുന്നു. ഭിന്നശേഷി കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് സ്വയം തൊഴിൽ പദ്ധതിക്കായിട്ട് 10 ലക്ഷം രൂപ വകയിരുത്തുന്നു. ജില്ലാ പഞ്ചായത്തിന് കീഴിലെ എല്ലാ വിദ്യാലയങ്ങളും ഘടക സ്ഥാപനങ്ങളും ഭിന്നശേഷി സൗഹൃദമാക്കുന്നതിന് 20 ലക്ഷം രൂപ വകയിരുത്തുന്നു. ഭിന്നശേഷി വ്യക്തികളുടെ കൂടെ സഹായിയായി പോകാനുള്ള സന്നദ്ധ പ്രവർത്തകരുടെ പഞ്ചായത്ത് തല ഗ്രൂപ്പ് രൂപീകരണത്തിന് ഒപ്പരം പദ്ധതിക്ക് 2 ലക്ഷം രൂപ വകയിരുത്തുന്നു. കേരള സംസ്ഥാനമാണ് രാജ്യത്ത് ഏറ്റവും കൂടുതൽ വയോജനങ്ങൾ ഉള്ള പ്രദേശം. കേരളത്തിലെ ജനസംഖ്യയുടെ 18.7% വയോജനങ്ങളാണ്. ഇന്ത്യയിൽ ആദ്യമായി വയോജന കമ്മീഷൻ നടപ്പിലാക്കിയതും വയോജന ബജറ്റ് അവതരിപ്പിച്ചതും കേരള സംസ്ഥാനമാണ്. വയോജനങ്ങളുടെ പ്രശ്നങ്ങളും നമ്മൾ വളരെ ഗൗരവത്തോടെ കാണേണ്ടതുണ്ട്. അതിന്റെ ഭാഗമായിട്ട് കണ്ണൂർ ജില്ലയെ വയോജന സൗഹൃദ ജില്ലയാക്കി മാറ്റുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി 10 ലക്ഷം രൂപ വകയിരുത്തുന്നു. കണ്ണൂർ ജില്ലയെ ഹാപ്പിനെസ് ജില്ലയാക്കി മാറ്റുന്നതിന് ഗ്രാമപഞ്ചായത്തുകളിലെ ഹാപ്പിനെസ് സെന്ററുകൾക്ക് ധനസഹായം നൽകുന്നതിന് വേണ്ടിയിട്ട് 10 ലക്ഷം രൂപ വകയിരുത്തുന്നു. വയോജന വിശ്രമ കേന്ദ്രങ്ങൾ സ്ഥാപിക്കാൻ ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്തുകൾക്ക് ധനസഹായം നൽകുന്നതിന് 50 ലക്ഷം രൂപ വകയിരുത്തുന്നു. വയോജന വിശ്രമ കേന്ദ്രങ്ങൾക്ക് ഉപകരണങ്ങൾ വാങ്ങുന്നതിന് 20 ലക്ഷം രൂപ വകയിരുത്തുന്നു. ജില്ലാതല വയോജന കലോത്സവത്തിന് 10 ലക്ഷം രൂപയും പഞ്ചായത്ത് തല വയോജന കലോത്സവത്തിന് 5 ലക്ഷം രൂപയും വകയിരുത്തുന്നു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ഇങ്ങനെ വയോജന ക്ഷേമത്തിന് ആകെ 1.21 കോടി രൂപയാണ് വകയിരുത്തുന്നത്. പുതിയ കാലത്തെ ജീവിത രീതികൾ മനുഷ്യരെ ജീവിതശൈലി രോഗങ്ങളിലേക്ക് നയിക്കുകയാണ്. ശരിയായ വ്യായാമവും ചിട്ടയായ ജീവിതചര്യകളും സുപ്രധാനമാണ്. സ്ത്രീകൾക്ക് ശാരീരിക ക്ഷമത ഉറപ്പുവരുത്താൻ വനിതാ ഫിറ്റ്നസ് സെന്ററുകൾക്ക് 70 ലക്ഷം രൂപ വകയിരുത്തുന്നു. ജനറൽ ഫ്രണ്ട്ലി ടോയ്ലറ്റുകൾ ഇല്ലാത്ത ടൂറിസം കേന്ദ്രങ്ങളിൽ ടോയ്ലറ്റുകൾ സ്ഥാപിക്കുന്നതിന് വേണ്ടി 30 ലക്ഷം രൂപ വകയിരുത്തുന്നു. അങ്കണവാടി സ്മാർട്ട് അങ്കണവാടി കെട്ടിട നിർമ്മാണത്തിന് ഗ്രാമപഞ്ചായത്തുകൾക്ക് ധനസഹായം നൽകുന്നതിന് 50 ലക്ഷം രൂപ വകയിരുത്തുന്നു. ജോലിക്ക് പോകുന്ന ദമ്പതികളുടെ കുടുംബം നേരിടുന്ന പ്രധാന വെല്ലുവിളിയാണ് ഭക്ഷണം പാകം ചെയ്യുക എന്നുള്ളത്.
അത്തരം കുടുംബങ്ങൾക്ക് സഹായകരമാകുന്ന രീതിയിൽ പാകം ചെയ്ത ഭക്ഷണം എത്തിച്ചു നൽകുന്ന യൂണിറ്റുകൾ കുടുംബശ്രീ സംരംഭങ്ങൾ മുഖേന നടപ്പിലാക്കേണ്ടതുണ്ട്. കമ്മ്യൂണിറ്റി കിച്ചൺ പദ്ധതിക്കായിട്ട് 20 ലക്ഷം രൂപ വകയിരുത്തുന്നു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മാത്രമാണ് സംസ്ഥാനത്ത് സമ്പൂർണ്ണ സ്ത്രീ പദവി പഠന റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. പ്രസ്തുത റിപ്പോർട്ടിലെ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ തുടർ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് പദ്ധതികൾ നടപ്പിലാക്കേണ്ടതുണ്ട്. ആദ്യപടി എന്ന നിലയിൽ സ്ത്രീ സൗഹൃദ ജില്ലാ പദ്ധതിക്കായിട്ട് 20 ലക്ഷം രൂപ വകയിരുത്തുന്നു. കൂടാതെ അവൾക്കായി ഒരിടം എന്ന നിലയിൽ തിരഞ്ഞെടുത്ത കേന്ദ്രങ്ങളിൽ അവളിടങ്ങൾ സ്ഥാപിക്കുന്നതിന് 10 ലക്ഷം രൂപയും വകയിരുത്തുന്നു. എല്ലാ ബ്ലോക്കിലും ജാഗ്രതാ സമിതി പ്രവർത്തനത്തിന്റെ ഭാഗമായി ബോധവൽക്കരണവും പ്രചരണവും സ്ത്രീ സൗഹൃദ നിയമങ്ങളെ കുറിച്ച് അവബോധ പ്രവർത്തനങ്ങളും നടത്തുന്നതിന് 11 ലക്ഷം രൂപ വകയിരുത്തുന്നു. കണ്ണൂരിൽ വർക്കിംഗ് വിമൻസ് ഹോസ്റ്റൽ നിർമ്മാണത്തിന് 4 കോടി രൂപ വകയിരുത്തുന്നു. പട്ടികജാതി നഗറുകളുടെ സമഗ്ര വികസനത്തിനായിട്ട് 2 കോടി രൂപ വകയിരുത്തുന്നു. പട്ടികജാതി സാംസ്കാരിക നിലയങ്ങൾ നിർമ്മിക്കുന്നതിന് 45 ലക്ഷം രൂപ വകയിരുത്തുന്നു. പട്ടികജാതി ശ്മശാനങ്ങളുടെ പുനരുദ്ധാരണത്തിന് 40 ലക്ഷം രൂപയും വകയിരുത്തുന്നു. പട്ടികജാതി യുവതി യുവാക്കൾക്ക് തൊഴിൽ നൈപുണ്യ പരിശീലനത്തിന് ഉന്നതിയിലേക്ക് എന്ന പദ്ധതിക്കായി 30 ലക്ഷം രൂപയും പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷ പരിശീലനത്തിന് 10 ലക്ഷം രൂപയും പട്ടികജാതി യുവതി യുവാക്കൾക്ക് യൂണിഫോം സേനയിലേക്കുള്ള പരിശീലനത്തിന് 70 ലക്ഷം രൂപയും വകയിരുത്തുന്നു. പട്ടികജാതി സ്വയം